വാൽപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത്. കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് അവിടെ രക്ഷപ്പെട്ടത്. പറളായി എസ്റ്റേറ്റ് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ഭീമൻ കരടി വന്ന് ആക്രമിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ചാണ് തൊഴിലാളികൾ ആ കരടിയെ പ്രതിരോധിക്കുന്നത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. സമീപത്തെ എസ്റ്റേറ്റിലെ വീട്ടിലുമൊക്കെ കരടി എത്തിയിട്ടുണ്ട്. ഒരു ഭീമൻ കരടിയെ കയ്യിലുള്ള കുട മാത്രം ഉപയോഗിച്ച് ഓടിക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇത്രയും വലിയൊരു ഭീകരൻ കരടിയെ അദ്ദേഹം ഒരു കുട വെച്ചാണ് നേരിടുന്നത്. അപ്പൊ ഈ കുട കരടിക്ക് പേടിയാണോ എന്നൊക്കെ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നതാണ്. സാധാരണഗതിയിൽ വലിയ അക്രമകാരിയായ ഒരു മൃഗമാണ് ഈ കരടി. അത് അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? പിന്നീട് കരടി അങ്ങോട്ട് പോയി? ഇന്നലെ പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി തൊഴിലാളികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയും വലിയ രീതിയിൽ ഇറങ്ങാറുണ്ട്. പുലി വലിയ രീതിയിലുള്ള ഭീതി നാട്ടുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പുലി ഇറങ്ങിയപ്പോഴുണ്ടായിരുന്നു. ഇപ്പോൾ കരടിയും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന കാര്യം. ഒരു വിധത്തിൽ കുട ഉപയോഗിച്ചാണ് തൊഴിലാളികൾ കരടിയെ പ്രതിരോധിച്ചത്. കരടി അവിടെ നിന്നും പെട്ടെന്ന് ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിപ്പോവുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാവുമായിരുന്നു. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. പക്ഷെ ദൃശ്യങ്ങൾ വളരെ ഭീകരവും പേടിപ്പെടുത്തുന്നതുമാണ്. അതിനുശേഷം കരടി ഏൽപ്പാടി എസ്റ്റേറ്റിലെ ഡാനിയൽ എന്ന ഒരു തൊഴിലാളിയുടെ വീട്ടു വരാന്തയിലും എത്തി. ശബ്ദം കേട്ട് ഭയന്ന വീട്ടുകാർ CCTV പരിശോധിച്ചപ്പോഴാണ് കരടി പുറത്തുള്ള കാര്യം അറിഞ്ഞത്. തുടർന്ന് അവർ ജനലിലൂടെ ബഹളം വെക്കുകയും ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് കരടി അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു. ഈ മേഖലയിൽ സ്ഥിരമായി കരടി വരുന്നതാണെന്നും ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യം നേരത്തെ ഉള്ളതാണ്. അതിപ്പോൾ വീണ്ടും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. പുലിക്ക് പിന്നാലെ കരടിയും പല തവണകളിലായി ജനവാസ മേഖലയിൽ എത്തിയതോടുകൂടി ഇവിടുത്തെ തൊഴിലാളികളുടെ സ്വൈര്യ ജീവിതം തന്നെ അവതാളത്തിലായിരിക്കുകയാണെന്ന് പറയാം.